ടീമേ എല്ലാവർക്കും നമസ്കാരമുണ്ട്. കൊച്ചിയിൽ നിന്ന് വയനാട് വന്നേക്കണേട്ടാ. വയനാട് പുൽപ്പള്ളിയിലാണ് ഉള്ളത്. 1 ലക്ഷം രൂപ മുടക്കി കഴിഞ്ഞാൽ ഒരു റിസോർട്ടിന്റെ ഓണർ ആവാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് ആ റിസോർട്ടിന്റെ മുന്നിലാണ്ടുള്ളത്. ഇത് നിങ്ങൾക്ക് സത്യമാണെന്ന് അറിയണ്ടേ? നമുക്ക് ഓണറിനോടൊന്ന് ചോദിച്ചാലാ. നമസ്കാരം. 1 ലക്ഷം രൂപ മുടക്കി കഴിഞ്ഞാൽ എനിക്കിതിന് ഓണർ ആവാൻ പറ്റുമോ ചേട്ടാ? തീർച്ചയായിട്ടും. നമ്മുടെ ജീവിതത്തിലെ എല്ലാവരും വലിയൊരു ആഗ്രഹമുണ്ട് റിസോർട്ടിന്റെ ഓണർ ആവാന്നുള്ളത്. എല്ലാവർക്കും ഒരു പക്ഷേ സാമ്പത്തികം അതിന് അനുവദിക്കണം എന്നില്ല. പക്ഷെ ഇവിടെ ഞങ്ങൾ ചെയ്യണമെന്ന് വെച്ചാൽ 1 ലക്ഷം രൂപ മുടക്കിയിട്ട് ഇതിന്റെ പാർട്ണർ ആകാൻ പറ്റുന്നുള്ളതാണ്. ഇതിന്റെ ആക്ച്വൽ പ്രൈസ് 75 ലക്ഷം രൂപയാണ്. അപ്പൊ ഇവിടെ ബാക്കി വേണമെങ്കിൽ 75 ലക്ഷം രൂപ ഒരുമിച്ച് തന്നിട്ടും ഇതിന് ഓണർ ആവാം. അല്ലെങ്കിലോ 75 പേർക്ക് ഓരോ ലക്ഷം രൂപ നൽകിയിട്ടും ഇതിന്റെ പാർട്ണർ ആവാന്നുള്ളതാണ്. 1 ലക്ഷം രൂപ മുടക്കുന്ന എന്റെ പേരിൽ രജിസ്റ്റർ ചെയ്ത് തരുമോ? അതെ, അതായത് 1 ലക്ഷം രൂപ മുടക്കുന്ന 75 പേരെ ഒന്നിച്ച് ആധാരം രജിസ്റ്റർ അങ്ങോട്ട് തരണം. ഇനി നിങ്ങൾ 10 ഫ്രണ്ട്സ് ആണെങ്കിൽ 7.5 ലക്ഷം രൂപ വെച്ച് തന്നാലും മതിയെന്നേ. ഈക്വലായിട്ട് വിധിച്ചു കൊടുക്കുമല്ലേ? ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്ത്. ഞാൻ വരുന്ന വഴി ഒരുപാട് റിസോർട്ടിന്റെ പണി നടക്കുന്നുണ്ട്. എത്ര റിസോർട്ടാണ് നമ്മുടെ പ്ലാൻ? ഇത് മൊത്തം 5 ഏക്കർ ലാൻഡിൽ 90 കോട്ടേജസ് ആണ്. ഈ 90 കോട്ടേജിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു 5 സെന്റ് ലാൻഡ്, അതിൽ ഒരു കോട്ടേജും അതിൽ 16 സാൻഡൽവുഡ് ട്രീസും ആണ്. അതാണ് ഇതിന്റെ മൊത്തം പ്രൊജക്ട് വരുന്നത്. ഞാൻ പല റിസോർട്ടുകളിലും താമസിച്ചിട്ടുണ്ട്. ആ സൗകര്യങ്ങൾ ഇവിടെ കിട്ടുമോ? രാവിലെ ബെഡിൽ നിന്ന് എഴുന്നേൽക്കുമ്പോ തന്നെ ഇതുവരെ സ്വിമ്മിംഗ് പൂൾ കണ്ടു ഉണർന്നിട്ടുണ്ടാ? ഇല്ല. ഒരു വെള്ളച്ചാട്ടം കണ്ടു ഉണർന്നിട്ടുണ്ടാ? ഇല്ല. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത റൂമിന്റെ അകത്ത് തന്നെ പ്രൈവറ്റ് പൂളും ഉണ്ട്, അതോടൊപ്പം തന്നെ വെള്ളച്ചാട്ടം ഉണ്ടെന്നുള്ളതാണ്. എന്ത് വിശ്വസിച്ചെങ്കിൽ ഇത് മേടിക്കും? വയനാടിനെ കേൾക്കുമ്പോൾ തന്നെ പേടിയാണ്. പ്രകൃതി ദുരന്തങ്ങളൊക്കെ ഒരുപാട് നടക്കുന്ന സ്ഥലമാണല്ലോ. അത്തരത്തിൽപ്പെട്ട സ്ഥലമാണ് ഇത്. ഇത് എല്ലാവർക്കും ഒരു ആശങ്ക തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ വയനാട് ഒരു ദുരന്ത ഭൂമിയാണോ? മിക്ക ആൾക്കും സംശയമുണ്ട്. അപ്പൊ ഇവിടെ ഞങ്ങളിത് വാങ്ങുന്നതിന് മുമ്പ് തന്നെ നോക്കിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് റിപ്പോർട്ട് പ്രകാരം 50 വർഷത്തിന് മുമ്പോ 50 വർഷത്തിന് ശേഷമോ യാതൊരുവിധ പ്രകൃതിക്ഷോഭങ്ങളും റിപ്പോർട്ട് ചെയ്യാത്തൊരു മേഖലയാണിത്. അതായത് 80% ഗ്രീൻ സോണും 20% റെഡ് സോണും. ഇത് നമ്മുടെ കേരളത്തിലാണെങ്കിൽ ഇടുക്കി, പത്തനംതിട്ട, വയനാട് ഈ 2 ജില്ലകളെ അപേക്ഷിച്ച് വയനാട് ഈസ് ദ മോസ്റ്റ് പവർഫുൾ പ്ലേസ്. അതാണ് നമ്മുടെ ഈ കോട്ടേജിന്റെ പ്രത്യേകത. ഇവിടെ വയനാടുള്ള വില്ലേജ് ഓഫീസിൽ പോയിട്ട് നിങ്ങൾക്ക് അന്വേഷിക്കാട്ടാ. ഇത് നമുക്ക് ഉള്ള സ്ഥലം തന്നെയുള്ളത് അല്ലേ സാറേ? തീർച്ചയായിട്ടും. നമ്മൾ എവിടെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന തുക സേഫ് ആണോ? ഇവിടുത്തെ റിയൽ എസ്റ്റേറ്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ക്യാപിറ്റൽ പ്രിസർവേഷൻ. മുടക്കിയ മുതൽ എപ്പോഴും സേഫ്, പിന്നെ കിട്ടുന്നതൊക്കെ ലാഭം. അപ്പൊ കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായില്ലേ?